ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തു. അതുപോലെ തന്നെ നമുക്കിന്ന് അയൽവാസികൾ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജീരകക്കഞ്ഞി, അതുപോലെ തന്നെ മാമ്പഴ പുളിശ്ശേരി, അങ്ങനെ അതൊക്കെ അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ വേറെ പൊരി കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ അതൊക്കെ പള്ളിയിൽ കണ്ടിട്ട് അവൻ നോമ്പ് തുറക്കാൻ പോവാറ്. ട്യൂഷൻ കഴിഞ്ഞ് അവൻ അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോകും. എന്നിട്ടാണ് പിന്നെ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വരിക കേട്ടോ. മതി. നോമ്പ് തുറക്കുന്ന ടൈമിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു നേരത്താണ് കേട്ടോ ഇവർ അടുക്കളയിൽ കയറി വരിക. അങ്ങനെ ഒരു തിരക്കും ബഹളമൊക്കെയാണ്. എല്ലാത്തിനും കൈയിടാൻ വരും കേട്ടോ രണ്ട് പേരും. ഒക്കെ പുളിയാവും, തിന്നാൻ പറ്റൂല കേട്ടോ. ആ കൊടുന്ന മാങ്ങ പുളിച്ചിട്ട് അമ്മയും വീട്ടൊക്കെ ഇരുന്ന് തിന്നിരുന്നു കേട്ടോ. രണ്ട് മണ്ടന്മാരല്ലേ അല്ലേ. അങ്ങനെ ഇതേ ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ, പിന്നെ സിട്രസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ആപ്പിൾ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ അരിഞ്ഞിട്ടില്ല, അത് ആ ടൈമിൽ തന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇതേ നന്നാരി വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 10 നോമ്പാകുമ്പോഴേക്കും ഒരു കുപ്പി നന്നാരി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് ഇവിടെ കുട്ടിക്ക് വെള്ളം കുടിക്കാൻ കേട്ടാ, കുട്ടിക്ക് ജ്യൂസ് കുടിക്കാൻ. ഇപ്പൊ വേണ ബോളറിനാവും വേണ്ടേ മിതോ? എന്താ വേണ്ടേ? അതിനൊന്നുമില്ല. ഒത്തുമാടി ചോദിച്ചോക്കെ തരുമോന്ന് ചോദിച്ചോക്ക്. തരുമോ ചോദിച്ചോക്കെ? എന്ത് വേണ്ടേ? എന്ത് വേണ്ടേ? ജ്യൂസ? അഫ വേണം. അഫ കുടിക്കോ? അഫ കാട്ടിയ ഇവിടെ വെക്ക്, ഇവിടെ വെക്ക്. കുളിച്ചൊരുങ്ങി നോമ്പറക്കാൻ കാത്തിക്കണ ഒരാൾ, നോമ്പില്ലാത്ത ഒരാള്. അഫ എന്നാ അഫ കുറച്ച് കുടിക്ക്, എന്നിട്ട് കുടിക്കോ നോക്കിയിട്ട് അഫ തരാം. ബിസ്മി. പറ്റിയാവോ എന്നെ? സൂപ്പർ പറഞ്ഞ സൂപ്പർ സൂപ്പർ വന്നെടുത്താള് അല്ലേ. അങ്ങനെ ഇതേ നോമ്പ് തുറക്കാനുള്ള എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം കലക്കിയത്, ജ്യൂസ്, അതുപോലെ ഫ്രൂട്ട്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് അയൽവാസികൾ കൊണ്ടുവന്ന് തന്നതാണ് ഈ കഞ്ഞി, ജീരകക്കഞ്ഞി, അതുപോലെ തന്നെ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോമ്പ് തുറന്നിട്ട് കഴിക്കണം ഇൻഷാ അല്ലാഹ്. നോമ്പ് തുറക്കണ നേരത്ത് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല തിരക്ക് തന്നെ അല്ലേ, നല്ല രസമാണ്. അവരില്ലാണ്ടൊരു നേരം പോക്ക് ഉണ്ടാവുകയില്ല. അങ്ങനെ ഇതേ പാതു പള്ളിയിൽ പോയി. അവൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ പള്ളിയിൽ പോയി നോമ്പ് തുറന്നിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ അവൻ കൊണ്ടുവന്നതാണ് ഫുഡ് കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ അത് ഇതേ എമ്മിൽ വേഗം പോയി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ്റെ കയ്യിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവൻ കൈ പിടിച്ചിരിക്കണം. അപ്പോൾ അവർ നിലത്തിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ അതവനക്ക് അറിയാം. അപ്പോൾ അവനതായിട്ട് നിലത്തിരിക്കാൻ പോവുകയാണ്. കുട്ടികളല്ലേ, പിന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമല്ലോ. അങ്ങനെ അവനത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ ബൈ.
അപ്പോൾ അതേ പാതുട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കുഴിമന്തി ആയിരുന്നു കേട്ടോ. അത് അവർ 3 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു.